ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്, കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ആസ് യൂഷ്വൽ രാവിലെ എല്ലാ ദിവസത്തെയും റുട്ടീൻ പോലെ തന്നെ വിച്ചുട്ടനെ കൊണ്ട് സ്കൂളിലേക്ക് ഇറങ്ങി 7:45 ആകുമ്പോഴേക്കും അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ പ്രിയങ്ക ചേച്ചീൻ്റെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് ഞാനും പ്രിയങ്ക ചേച്ചിയും കൂടിയിട്ട് നേരെ നമ്മളെ കലൂർ സ്റ്റേഡിയം റോഡിൻ്റെ അങ്ങോട്ട് പോയി അവിടെ വണ്ടി നിർത്തി നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ഹെമി ചേച്ചീൻ്റെ കൂടെ മെട്രോ കയറാൻ വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. ഇതെൻ്റെ സെക്കൻഡ് മെട്രോ റൈഡാണ് കേട്ടോ. ആദ്യത്തത് ഞാൻ പ്രിയങ്ക ചേച്ചിയുടെ കൂടെ തന്നെ ആയിരുന്നു, അതായത് പാലാരിവട്ടത്തു നിന്ന് കലൂരേക്ക് മെട്രോ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ടൈം നമ്മൾ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ലുലുവിൻ്റെ അകത്തേക്ക് മെട്രോ പോയി ഇറങ്ങാം എന്നുള്ളത്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ലുലുവിലേക്കുള്ള എൻട്രി ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മെട്രോ വന്നു കേട്ടോ. ഹെം ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്, കാരണം യൂഷ്വലി ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ അധികം എൻ്റെ ഷോർട്സ് ഉണ്ടാവാറില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാം വെച്ചിട്ട് എൻ്റെ ഫേസ് മാത്രം കിട്ടുന്ന രീതിയിലാണ് വീഡിയോ എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹെം ചേച്ചി കൂടുതലുള്ള അപ്പോൾ ഹെം ചേച്ചി പറയും ഞാൻ എടുത്തു തരാം നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് കേട്ടോ അധികം എനിക്ക് വീഡിയോ എടുത്ത് തരാറുള്ളത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇപ്പം നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം നസീമയും ട്രീസ ചേച്ചി അവിടെ വരും കേട്ടോ. അങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, QR കോഡ് കാണിച്ചിട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന, അതെനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, കാരണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഹെം ചേച്ചിനോട് അല്ലെങ്കിൽ നമ്മൾ പ്രിയങ്ക ചേച്ചിനോട് പറയും എനിക്കതൊന്ന് ഓപ്പൺ ചെയ്ത് തരുന്നത്, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. വൺസ് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കടന്നില്ലെങ്കിൽ രണ്ടാമത് കാണിക്കുമ്പോൾ എന്തോ റെഡ് ആവുന്നു, ഓപ്പൺ ചെയ്യില്ല എന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലുവിലേക്കുള്ള എൻട്രൻസിലേക്ക് കയറി. ആക്ച്വലി ഇത് നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ലുലുവിൻ്റെ അടുത്തേക്ക് കയറിയപ്പോൾ ഷ്രെക്കിൻ്റെ ഈ ഒരു സ്റ്റാച്യു കണ്ടിട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് ചെറിയ 1-2 ഷോട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഹിം ചേച്ചീൻ്റെ അടുത്ത് എടുത്തരുമെന്ന് വെച്ചിട്ട് ചേച്ചിയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് എന്നെ വേറൊരാൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡാണ്, എനിക്ക് ഭയങ്കര നാണം വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ലുലു കണക്കിലേക്കാണ് കയറിയത്. കയറിയപ്പോൾ തന്നെ നസീമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും എന്നെ വിഷൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ നേരെ ഫെമിൻ ഗ്ലോ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നേരെ വരുന്ന വഴിക്കാണ് നമ്മൾ സൺഗ്ലാസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഔട്ട്ലെറ്റ് അല്ല, പുറത്ത് ഉള്ളൊരു ഇത് നല്ല രസമുള്ള സൺഗ്ലാസസ് ആണ്. 4,000 8,000 ഒക്കെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഈ ഒരു സൺഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ റേറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ച് പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചുമ്മാ ബ്രൗസ് ചെയ്തുകൊണ്ട് നടക്കും. ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ഈ ലുലുവിലേക്ക്. കാരണം ഇന്ന സാധനം വാങ്ങണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല, ബർത്ത്ഡേ ആയതുകൊണ്ട് ലുലുവിലൊന്ന് കറങ്ങാം. പിന്നെ ഇവിടെ നിന്ന് KFCൻ്റെ ചിക്കിങ്ങിൻ്റെ 25th ആനിവേഴ്സറി ഉണ്ട്, എൻ്റെ ഓഫർ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ചിക്കിങ് ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് നമ്മൾ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വെസ്റ്റ് സൈഡ് കണ്ടത്. പിന്നെ നമുക്ക് ഏതൊരു ഡ്രസ് സ്റ്റോർ കണ്ടാലും കാന്തം അട്രാക്ട് ചെയ്യുന്ന മാതിരി നമ്മൾ അങ്ങോട്ട് വലിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡ് കയറിയപ്പോഴാണ് കുറേ പാർട്ടി വെയർസ് വന്നിട്ടുണ്ട്. രക്ഷയില്ലാത്ത കളക്ഷനാണ് കേട്ടോ. അപ്പോൾ വാങ്ങിയില്ലെങ്കിലും എല്ലാം വലിച്ചു വാരിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളത് നമ്മുടെ ഹോബി ആയതുകൊണ്ട് കുറേ ഡ്രസ്സുകൾ എടുത്ത് നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. അതിലൊന്ന് എനിക്കിഷ്ടപ്പെട്ടതാണ് ഈ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് ടോപ്പും സ്കേർട്ടും. പിന്നെ ഈ പാർട്ടി വെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ ഗ്ലിറ്റർ മൊത്തം മെയിലാകുന്നതുകൊണ്ട് നമ്മളതവിടെ തിരിച്ചു വെച്ചു. പിന്നെ ഇത് ഭയങ്കര രസമായിരുന്നു, പക്ഷേ ഇതിൻ്റെ നെക്ക് ഭയങ്കര ഡീപ്പായതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു ടോപ്പും സ്കേർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്, 1000 above ആണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ്. അപ്പോൾ അതൊന്നും എടുത്തില്ല, അതൊക്കെ തിരിച്ച് അവിടെ തന്നെ വെച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ ബ്രൗസ് ചെയ്ത് നടന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴി നമ്മളൊരു കുക്കി സ്റ്റോർ കണ്ടു കേട്ടോ. നല്ല ഫ്രഷ് കുക്കീസിൻ്റെ സ്മെല്ലായതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ചേച്ചി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വാങ്ങി തന്നില്ല. നല്ല അടിപൊളി കുക്കീസാണ് കേട്ടോ, രക്ഷയില്ല. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ പോയത് ബോങ്കേഴ്സ് കോർണറിലാണ്. ഞാൻ ഈ ബോങ്കേഴ്സ് കോർണറിൻ്റെ ഓൺലൈൻ സൈറ്റിൽ കുറേ കാലമായിട്ട് കുറേ ട്രാക്ക് സ്യൂട്ടുകൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ട്രാക്ക് സ്യൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇട്ട് നോക്കി വാങ്ങിയില്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പല ട്രാക്ക് സ്യൂട്ടും എനിക്ക് ലെങ്ത് ഇല്ല, പിന്നെ ചിലതിൻ്റെ കട്ടിങ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇട്ട് നോക്കി വാങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി വെക്കുന്നല്ലാതെ വാങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കഴിഞ്ഞ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ബോങ്കേഴ്സ് കോർണറിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തത്. നിങ്ങൾ എത്ര പേര് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത ഭയങ്കര അടിപൊളി ക്വാളിറ്റിയുള്ള ട്രാക്ക് സ്യൂട്ട്സ് ആണ് കേട്ടോ ഇവരുടെ. ഞാനങ്ങനെ 2 കളേഴ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലാക്കും പിന്നെ ഒന്നൊരു ബേജ് കളറും. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഡാൻസൊക്കെ കളിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ഇത്. കാരണം എന്താ പറയുക, നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്.
അതേമാതിരി ഷേപ്പാണെങ്കിലും അതെ സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ കിടക്കും, ഓക്വേർഡ് ആവില്ല ഡാൻസ് കളിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് ബ്ലാക്ക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ട് നോക്കിയതൊരു ബേജ് കളറാണ്. അപ്പോൾ സൈസ് എപ്പോഴും ഞാൻ കുറച്ച് വലിയ സൈസ് എടുക്കുക ഡാൻസ് കളിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ലാർജാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം മീഡിയം ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചൊരു ഫിറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ലാർജ് ഇട്ട് നോക്കിയിട്ടു. അത് കറക്റ്റ് ഫിറ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്ത കളർ എന്ന് പറയുന്നത് ഈ സ്റ്റാഫിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബീച്ച് കളറാണ് കേട്ടോ. അതും ഈ 2 കളേഴ്സും ഞാൻ എല്ലാവരോടും പറയും ബേസിക്കായിട്ട് കയ്യിൽ വേണമെന്ന്. കാരണം ഭയങ്കര ഏത് കളറിനും നമുക്ക് മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന 2 കളേഴ്സാണ്. ഓൾമോസ്റ്റ് 1 o'clock ആയപ്പോഴേക്കും ട്രീസേജ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പ്രിയങ്ക ചേച്ചി പോയപ്പോൾ ഞാൻ മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസൊക്കെ വാങ്ങി. അപ്പോഴേക്കും ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങി വന്നു കേട്ടോ. ഒരു കുഞ്ഞ് കേക്കായിരുന്നു, പക്ഷേ അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ലുല്ലാബി എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഇവരെന്നെ ലുല്ലാബി എന്നാണ് വിളിക്കുക, കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായതുകൊണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. കാരണം എല്ലാ ബർത്ത്ഡേക്കും അനുബേട്ടന് എൻ്റെ അടുത്ത് വരാൻ പറ്റിയില്ല, തിരക്കാണ് ഓഫീസിലെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊരു പേസ്ട്രി മേടിച്ച് കഴിക്കാറാണ് പതിവ്. ബട്ട് ദിസ് ഇയർ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു അവർ ഇവിടെ നിന്ന് കേക്ക് വാങ്ങിക്കും എന്നുള്ളത്. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചിക്കിങ് തിരഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലുലുവിലുള്ള ചിക്കിങ്ങിന് റിനോവേഷൻ നടക്കുന്നുണ്ട്, അവിടെ ചിക്കിങ് ഇപ്പോൾ ഓപ്പൺ അല്ല എന്നുള്ളത്. ആൻഡ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ കലൂർ സ്റ്റേഡിയം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ചിക്കിങ് ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹെംചേച്ചി തന്നെയാണ് കേട്ടോ എനിക്ക് വീണ്ടും വീഡിയോ എടുത്ത് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുൾ സൈസിൽ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വല്ല മിറർ വന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ ഫുൾ സൈസ് കിട്ടുക. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ വന്നപ്പോൾ മറ്റേ യെല്ലോ ലൈൻ കിടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെയായിട്ട് കുറേ കളിച്ചപ്പോൾ ആരൊക്കെയോ യെല്ലോ ലൈൻ്റെ അപ്പുറത്ത് പോയി അലാറം അടിച്ചപ്പോൾ എല്ലാവരും നമ്മളെ ആക്കോട്ടോ നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ മെട്രോ വന്നു. മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ എനിക്ക് ഇതുവരെ മെട്രോയിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതുവരെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. കാരണം നമ്മളെപ്പോൾ കയറിയാലായിട്ട് ഒരാൾക്കോ 2 ആൾക്കോ ഇരിക്കാനുള്ള സീറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നിന്ന് വർത്താനം പറഞ്ഞ് പോകുമ്പോഴല്ലേ രസം. അപ്പോൾ ട്രീസേച്ചി സീറ്റിൽ ഇരുന്നു ആൻഡ് നമ്മളെല്ലാവരും അവിടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ ഹെംചേച്ചി തന്നെയാണ് എനിക്ക് എഗെയിൻ വീഡിയോ എടുത്തിരുന്നത്. കഴിഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ കിട്ടിയില്ല. അതിന് ചേച്ചി ആദ്യം ഇറങ്ങിയിട്ട് എനിക്ക് വീഡിയോ എടുത്തു തന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്നതുകൊണ്ട് എസ്കലേറ്റർ പോകണം, സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ് പോയത്. പക്ഷേ പിന്നെ മനസ്സിലായി നമുക്ക് സ്ഥലം മാറിയിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. അതായത് 2 പേർക്ക് വർക്കായി, ട്രീസേച്ചിക്കും നസീമയ്ക്കും വർക്കായി, പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും വർക്കായില്ല. അപ്പോൾ പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് വീണ്ടും എന്തോ QR കോഡ് അപ്ഡേറ്റ് ചെയ്യുന്നു എന്തോ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഡിയം ജംഗ്ഷനിൽ പോയി കാറും എടുത്ത് നമ്മൾ നേരെ പോയത് ചിക്കിങ്ങിലേക്കാണ്. ചിക്കിങ്ങിൽ ഇപ്പോൾ ഓഫർ എന്താണെന്ന് വെച്ചാൽ 25 പീസസിന് 499. അവർ 25th ആനിവേഴ്സറി ആണ് ഇപ്പോൾ, അതുകൊണ്ട് 25 പീസസിന് 499 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കോംബോ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വിച്ചുട്ടന് ഒരു ബർഗറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കോംബോ വാങ്ങിയതുകൊണ്ട് തന്നെ 25 മിനിറ്റ്സിൻ്റെ മേലെ എടുക്കുമെന്ന് പറഞ്ഞ് ഞാനും പ്രിയങ്ക ചേച്ചിയും കൂടിയിട്ട് അവിടെ ഇരുന്നു. ആൻഡ് നസീമയും ഹെംചേച്ചിയും ട്രീസേച്ചിയും കൂടി ട്രീസേച്ചിൻ്റെ ഫ്ലാറ്റിൽ പോയി. കാരണം നമ്മൾ കയറി ചെന്നപ്പോൾ ഒരൊറ്റ ടേബിൾ പോലും ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്താണ് ട്രീസേച്ചിൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഫുഡ് വാങ്ങി ഞങ്ങൾ നേരെ ട്രീസേച്ചിൻ്റെ ഫ്ലാറ്റിൽ പോയി കേട്ടോ. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കത്തിയും വെച്ചിരുന്നു. നമ്മളൊരു 3:30 ആവാറായപ്പോൾ സ്കൂളിലേക്ക് ഇറങ്ങി. കാരണം സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും വിച്ചുട്ടനും 6 മണിയായിട്ടോ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.